ഹലോ മൈ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ടൂർ പോവാണ്. അപ്പോൾ അങ്ങനെ ഡെസ്റ്റിനേഷനൊന്നുമില്ല, ഇപ്പം മലപ്പുറമാണുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് കൊച്ചി വരെ ഒന്ന് പോകണം. കൊച്ചി എൻ്റെ കസിൻസ് ഇപ്പോൾ അവിടെ സെറ്റിലാണ്. അപ്പോൾ ആദ്യം ഗൾഫിലായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ കൊച്ചിയിൽ സെറ്റിലാണ്. അപ്പോൾ അവരൊന്ന് വിസിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് ഫുഡ് കഴിച്ചു. മലപ്പുറമാണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് സ്ഥലം അറിയില്ല. അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങളൊരു വെജ് റെസ്റ്റോറൻറ്റിൽ കയറിയാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടെ സൈഡിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈസിനും മുഹമ്മദൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ ഫാമിലി മാത്രമല്ല പോയത്, കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറേ ദൂരെ യാത്രയായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ ഈ ദൂരെ യാത്ര എന്ന് പറയുമ്പോൾ കുറച്ച് പണിയുള്ള സംഭവമാണ്. എനിക്ക് ഈ കാറിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഈ ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഭാഗ്യത്താൽ ഈ പ്രാവശ്യം അങ്ങനെ ഛർദി അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഛർദീൻ്റെ കുഴപ്പമോ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കൊച്ചി മെട്രോ സ്റ്റേഷനൊക്കെ കണ്ടിരുന്നു. ഞങ്ങളുടെ മേലേലൂട്ട മെട്രോ ട്രെയിന് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്തൊക്കെ മേലെ നിന്ന് ഇങ്ങനെ ട്രെയിന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ആ ഒരു സൗണ്ടൊക്കെ വേറെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം ഭയങ്കര റഷുള്ളൊരു സിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറുകൾ എന്തായാലും ഭയങ്കര അത്യാവശ്യം റഷുള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ കുറച്ച് ട്രാഫിക് കുറവുണ്ട്, അല്ലാണ്ട് ഫുള്ളൊരു റഷ് കൂടിയൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കസിൻ്റെ വീട്. അപ്പോൾ ഇവർ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ അത്യാവശ്യം കുറേ പോയാലാണ് ഇവരുടെ ബ്ലോക്ക് എത്തുന്നത്. ഇവർ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിൽ തന്നെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. ലൈക്ക് ഒരു 3-4 ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ കസിൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മക്കളാണ്. അപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ഏട്ടയ്ക്ക് 3 മക്കളാണ്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ്. അപ്പോൾ ഇവളാണ് പെൺകുട്ടി, ആമിയ എന്നാണ് പേര്. ഇവളിപ്പോൾ 4th പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കമ്പനിയാണ്. അപ്പോൾ ഞാൻ ഓളെ കൊണ്ട് പറഞ്ഞ് വീഡിയോയിൽ നിന്നെ വൈറലാക്കാമെന്ന് പറഞ്ഞിട്ട് ഓളെ വീഡിയോയിലൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ അവരുടെ അപ്പാർട്ട്മെൻറ്റിലെത്തി. അപ്പോൾ ഇത് അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ ഇപ്പോൾ കുറേ ട്രീസൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കാണുന്നില്ല. സൈഡിൽ ടർഫുണ്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായക്കടിയൊക്കെ കഴിച്ചു. പിന്നെ ഇതാണ് ആമി ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്. അവിടെ കളിക്കാനെന്നുള്ള ലൈക്ക് ഇവരെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെയായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം, ടർഫ്, ഇപ്പം ബാഡ്മിൻ്റൻ്റെ, ബേസ്ബോളിൻ്റെ ആൻഡ് ഫുട്ബോളിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു. കൂടാതെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും പിന്നെ ക്യാമ്പയിൻ ചെയ്യാനുള്ള അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ലുലു മാളിൽ പോയി. ലുലു മാളിൽ അവിടെ ഈ പ്ലേ സ്റ്റേഷൻ്റെ സ്ഥലം ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്നൊക്കെ കളിച്ചു. അപ്പോൾ ഒരു കാർഡ് എടുത്തിട്ട് എല്ലാവരും കൂടി അവിടെ കളിച്ചു. ഇവിടെ ഞാൻ കാണാത്തൊരു സംഭവം കണ്ടു, കുതിരയായിരുന്നു. ലൈക്ക് ഇതുവരെയായിട്ട് ഞാനിങ്ങനെ ഒരു കുതിര റൈഡ് കണ്ടിട്ടില്ലായിട്ടില്ല ഇങ്ങനെ ഗെയിം സ്റ്റേഷൻ്റെ അടുത്ത്. അപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ ഒരു സംഭവം, ഇങ്ങനെ പൈസ ഇട്ടിട്ട് ഇതിങ്ങനെ എടുത്തിടുന്നത്. ഇനി എന്താ സംഭവം പേരെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ പേരെന്താ പറയുന്നതെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഹൈസിനുള്ള എല്ലാ സാധനത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. ചിലയിലൊക്കെ കയറി കളിക്കുന്നുണ്ട്, ചിലർ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓനിങ്ങനെ പിന്നെ ഞങ്ങൾ ലുലു മാളിലുള്ള സമയത്ത് പുറത്ത് അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചെറുതായിട്ട് പാറലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ലുലു മാളിലുള്ള സമയത്ത് അത്യാവശ്യം നല്ല മഴ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ കസിൻസിൽ ഏറ്റവും ഇളയതാണ് ആമിയ. ഓക്ക് മേലെ 2 മൂത്ത ഇക്കാക്ക ഉണ്ട്. ഒന്ന് +2 പഠിക്കുന്നത്, മറ്റൊന്ന് എത്രയിലാണ് പഠിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഓളാണ് ഇളയ ഒറ്റ പെൺകുട്ടിയാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പരാഗണിന്ന് ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറിയും കൊത്തു പൊറാട്ടയും പിന്നെ മീൻ കറിയും പിന്നെ കൊഞ്ചൻ്റെ എന്തോ ഒരു കറിയും അങ്ങനെ 2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗീ റോസ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നൂഡിൽസും ചിക്കൻ കറിയുമായിരുന്നു. ചിക്കൻ കറി അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ തിന്നത് നൂഡിൽസ് ആയിരുന്നു. പിന്നെ ഒരു പൊറോട്ട ചിക്കൻ കറിയും കഴിച്ചു, വേറെ ഒന്നും കഴിച്ചില്ല. അത്ര വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ടൂർ വ്ളോഗ് ഇത്രേ ഉള്ളൂ. പക്ഷേങ്കിൽ വ്ളോഗ് കഴിഞ്ഞിട്ടില്ല, എന്തായാലും ഒരു സെക്കൻഡ് ഡേ ആയിട്ടുള്ള വ്ളോഗായിട്ട് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ അത് അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.